യെസ് പീപ്പിൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബോണസ് സ്ട്രിപ്പിങ്ങിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഷെയർസും റൈറ്റ് എൻടൈറ്റിൽമെന്റുമാണ്. അപ്പൊ എന്താണ് റൈറ്റ് ഷെയർസ്? റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നതിനെ റൈറ്റ് ഷെയർസ് എന്ന് അല്ലെങ്കിൽ റൈറ്റ് ഷെയർസ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയും. റൈറ്റ് എൻടൈറ്റിൽമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൈറ്റ് ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനെ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് റൈറ്റ് എൻടൈറ്റിൽമെന്റ് എന്ന് പറയുന്നത്. റൈറ്റ് ഷെയർസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഈ പറയുന്ന ആർക്കാണോ ഈ റൈറ്റ് ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള അധികാരമുള്ള ആള്, അയാൾ ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ പർച്ചേസ് വാല്യൂ ആയിരിക്കും. റൈറ്റ് എൻടൈറ്റിൽമെന്റിന് കോസ്റ്റ് ഒന്നും തന്നെ ഇല്ല, സീറോയാണ്. ഈ പറയുന്ന റൈറ്റ് എൻടൈറ്റിൽമെന്റിനെ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ കോസ്റ്റ് സീറോ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മുഴുവൻ എമൗണ്ടും ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്ലിയർ ആണോ? ഇതാണ് റൈറ്റ് ഷെയർസ് ആൻഡ് റൈറ്റ് എൻടൈറ്റിൽമെന്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ചെറിയ തിയറി കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് റൈറ്റ് ഷെയർസ്, കോസ്റ്റ് ഇൻക്വേർഡ് ബൈ ദ അസസി ഫോർ ഒബ്റ്റൈനിങ് റൈറ്റ് ഷെയർസ്. റൈറ്റ് ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണോ ചെലവഴിച്ചിട്ടുള്ളത് ആ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് റൈറ്റ് ഷെയർസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് റൈറ്റ് എൻടൈറ്റിൽമെന്റ് ടേക്കൺ ആസ് നില്ലാണ്, ടു ബി ടേക്കൺ ആസ് നില്ലാണ്. ഒരു രൂപ പോലും വാല്യൂ അതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഫോർ ദ പേഴ്സൺ in whose favor the right entitlement has been renounced and price paid for the right entitlement plus amount paid to the company for acquiring the right entitlement. ആ റൈറ്റ് എൻടൈറ്റിൽമെന്റ് ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണോ ചെലവാക്കിയത് അത് പ്ലസ് എൻടൈറ്റിൽമെന്റിന് കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ് എന്തായിട്ട് മാറുക, ആർക്കാണോ ഈ ഷെയർ ഫേവർ ചെയ്തിട്ടുള്ള അയാളുടെ കോസ്റ്റ് ആയിട്ട് മാറുക. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? നേരെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ കുഞ്ഞു ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. റൗണ്ടാക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലുസ്ട്രേഷൻ നമ്പർ 106 CMA മെറ്റീരിയൽ. റൗണ്ടാക്ക് പർച്ചേസ്ഡ് 1000 shares of Zay Private Limited at ₹12 per share as on 1st August 2003. As on the 1st May 2024, the company declared the right shares for each share held. One right share for each share held. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ഷെയർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? കമ്പനി റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. അതിന്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 15 രൂപയാണ്. മിസ്റ്റർ റൗനാക്ക് റിനൗൺസ്ഡ് 40% ഓഫ് റൈറ്റ്സ് ഇൻ ഫേവർ ഓഫ് മിസ് റാണി. ഇതിലെ 40% ഷെയർ ഇൻ ഫേവർ ഓഫ് റാണിക്ക് സെല് ചെയ്യാൻ തീരുമാനിച്ചു 2 രൂപയ്ക്ക്. എങ്ങനെയാ? റൈറ്റ് ആണ് സെല് ചെയ്യുന്നത്. The right shares and for balance he subscribed to the company on 1st July 2024. Mr. Raunak and Mrs. Rani sold all shares to one of their friend ₹50. Find out the capital gain of the both of the assessees. രണ്ടു പേർക്കും എത്ര രൂപ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. 1000 രൂപയ്ക്ക് റൗനാക്ക് എന്ന് പറയുന്ന ആള് 12 രൂപ ഷെയർ 12 രൂപയ്ക്ക് ഒരു ഷെയർ എന്നുള്ള രീതിയിൽ പർച്ചേസ് ചെയ്തിരുന്നു. അതിനുശേഷം 1000 ഷെയറിന്റെ റൈറ്റ് ഷെയർസ് കിട്ടി. ഇതിൽ 400 ഷെയർ അയാളുടെ ഫ്രണ്ട് ആയിട്ടുള്ള റാണിക്ക് എന്ത് ചെയ്തു? റിനൗൺസ് ചെയ്തു. 2 രൂപയ്ക്കാണ് റിനൗൺസ് ചെയ്ത് കൊടുത്തത്. ആ എൻടൈറ്റിൽമെന്റിൽ നിന്ന് പുള്ളിക്കാരത്തി അത് 15 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്തു. ഈ പറയുന്ന എൻറ്റയർ ഷെയർ അവരുടെ ഫ്രണ്ടിനെ എന്ത് ചെയ്തു? സെല് ചെയ്തു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? ആദ്യം റൗനാക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂലേക്ക് പോവുകയാണെങ്കിൽ അയാളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. 1000 into 12 is equal to 12,000 ആണ് ആദ്യത്തെ കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് എൻടൈറ്റിൽമെന്റ് പർച്ചേസ് ചെയ്തതാണ്. 15 into 600 is equal to 9,000 ഷെയർസ്. 9,000 വാല്യൂവിന്റെ ഷെയർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇനി റൈറ്റ് എൻടൈറ്റിൽമെന്റിന്റെ കോസ്റ്റ് നമുക്കറിയാം നില്ലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു വർക്കിംഗ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഷെയർസ് ആൻഡ് റൈറ്റ് എൻടൈറ്റിൽമെന്റ് ട്രാൻസ്ഫേർഡ്. 1/8/2023 റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത് 1000 ആണ്. 12 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, 12,000 രൂപ. 1/5/2024 റൈറ്റ് ഷെയർസ് ഉണ്ട്. അത് 6000 ഷെയർസ് ആണ് വരുന്നത്. 15, അതായത് 15 റുപ്പിക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, 9000. റൈറ്റ് എൻടൈറ്റിൽമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റിനൗൺസ് ചെയ്തിട്ടുണ്ട്. 1/5/2024 റൈറ്റ് എൻടൈറ്റിൽമെന്റ് റിനൗൺസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 1/5/2024 കിട്ടിയിട്ടുള്ള ഈ റൈറ്റിന്റെ എൻടൈറ്റിൽമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ കോസ്റ്റ് 0 ആണ്. ഇത്ര ഇൻഫോർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് റൗനാക്കിന്റെ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? പുള്ളിക്കാരന്റെ കയ്യിലുണ്ടായിരുന്നത് 1600 ഷെയർ ആണ്. 1600 ഷെയർ ആണ് പ്ലസ് 400 ഷെയറിന്റെ റൈറ്റ് എൻടൈറ്റിൽമെന്റ് വിറ്റതിന്റെ ക്യാഷും.
സെയിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 50 into 1000 50,000, 50 into 600 is equal to 30,000, and 400 into 2 800. ഇത്രയും എമൗണ്ടുകളാണ് കിട്ടില്ല. 3 കാറ്റഗറിയാണ്: ഒറിജിനൽ ഷെയർ, റൈറ്റ് ഷെയർസ്, റൈറ്റ് എൻടൈറ്റിൽമെന്റ്. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണെന്ന് കിട്ടി. ഇതിനകത്ത് നമുക്ക് എക്സ്പെൻസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് നില്ലാണ്. നെറ്റ് സെയിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 50,000, 30,800 ആൻഡ് ഈ പറയുന്ന ആസ് അലോക്കേറ്റഡ് കാൽക്കുലേറ്റഡ് എബോ പറഞ്ഞിട്ടില്ല. എത്രയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ് വന്നിട്ടുള്ളത്? 12,000 മൈനസ് ചെയ്തു. ഒറിജിനൽ ഷെയറിന്റെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 38,000, റൈറ്റ് ഷെയർസിന്റെ ക്യാപിറ്റൽ ഗെയിൻ 21,000 ആൻഡ് റൈറ്റ് എൻടൈറ്റിൽമെന്റിന്റെ ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ആണ്. ഒരു തരം ഇൻകവും ഒരു എക്സ്പെൻസോ നമുക്ക് അവിടെ ഡിഡക്ട് ചെയ്യാല്ലേ, കാരണം അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്, അതുകൊണ്ട് 800. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ് റാണി ഫോർ ദ അസസ്മെന്റ് ഇയർ 2025-26 മിസ് റാണിയുടെ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? പുള്ളിക്കാരത്തി അവിടെ ചെലവഴിച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 17 രൂപയാണ്. അതായത് 15 രൂപ റൈറ്റ് ഷെയർസ് പർച്ചേസ് ചെയ്യാനും റൈറ്റ് എൻടൈറ്റിൽമെന്റിന് വേണ്ടിയിട്ട് 2 രൂപയും ചെലവാക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 17 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി സെല് ചെയ്തിട്ടുള്ളത് 50 into 400 is equal to 20,000 ആൻഡ് 400 into 17 is equal to 6,800. അപ്പോൾ 6,800 ആണ് പുള്ളിക്കാരത്തിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. സെയിൽ ചെയ്തിട്ടുള്ള പ്രൈസ്, സെയിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 20,000 മൈനസ് 6,800. ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു 13,200 ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമ്പർ ഓഫ് ഷെയർസ് അക്വയർ ചെയ്തിട്ടുള്ള എത്രയാണ്? 400 ഷെയർ ആണ് അക്വയർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എമൗണ്ട് പെയ്ഡ് ഫോർ ദ അക്വിസിഷൻ ഓഫ് ഷെയർസ് എൻടൈറ്റിൽമെന്റ് എത്രയാണ്? 2 രൂപ. എമൗണ്ട് പെയ്ഡ് ബൈ ദ കമ്പനി ഓഫ് റൈറ്റ് ഷെയർസ് എത്രയാണ്? 15 രൂപ. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 17 രൂപ. ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റിന്റെ ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കുക ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഏരിയയിലേക്ക് പോവാം. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് റിട്ടൈൻഡ് ആൻഡ് ഫോർഫീച്ചർ സെക്ഷൻ 51 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. പക്ഷെ ഞാനിതിന്റെ ബേസ് സ്റ്റോറി ആദ്യം മുതലേ അങ്ങ് പറയാം. 1/4/2014 മുൻപ് 1/4/2014 മുൻപ് ആ ഒരു സ്പെസിഫിക് ഡേറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. 1/4/2014 മുൻപ് ഒരാള് ഒരു പറയുന്ന അസറ്റ് വിൽക്കാം എന്ന് പറയുകയും ആ അസറ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബയ്യറെ കണ്ടെത്തുകയും ബയ്യർ ഇതിന് അഡ്വാൻസ് പേ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഒരു സ്പെസിഫിക് ഡേറ്റിനകത്ത് മുഴുവൻ എമൗണ്ടും സെറ്റിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ ബയ്യർക്ക് അത് സെറ്റിൽ ചെയ്യാൻ പറ്റാതിരിക്കുകയും അങ്ങനെ വരുന്ന സമയത്ത് എഗ്രിമെന്റ് പറഞ്ഞ ഡേറ്റ് കഴിയുന്ന സമയത്ത് ഈ കിട്ടിയിരിക്കുന്ന അഡ്വാൻസ് മണിയെ ഫോർഫീറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ടാക്സ് ട്രീറ്റ്മെന്റുകളെ കുറിച്ചിട്ടാണ് സെക്ഷൻ 51 നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ അഡ്വാൻസ് മണി റിസീവ് ചെയ്യുകയും അത് ഫോർഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നത് 2014, ശ്രദ്ധിച്ചോളൂ, 2014 ഏപ്രിൽ 1 മുൻപാണെങ്കിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏപ്രിൽ 1 മുൻപാണെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മളിവിടെ പോയിന്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താ പോയിന്റ് പറഞ്ഞത്? 2014 ഏപ്രിൽ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റിന് മുൻപും ശേഷവും ഉള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ. ബിഫോർ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ആഫ്റ്റർ എന്താണെങ്കിൽ സംഭവിക്കും. അഡ്വാൻസ് മണി റിസീവ് ചെയ്തിരിക്കുന്നത് ബിഫോർ 1/4/2014 മുൻപാണെങ്കിൽ ഇത് കോസ്റ്റ് ഓഫ് എക്വിസിഷനിൽ നിന്ന് മൈനസ് ചെയ്യുകയാണ് പതിവ്. എന്ത്? അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്താണ് ചെയ്യാറ്? കോസ്റ്റ് ഓഫ് എക്വിസിഷനിൽ നിന്ന് മൈനസ് ചെയ്യാറാണ് പതിവ്. എന്നാണോ ഈ അസറ്റ് സെയിൽ ചെയ്യുന്നത്, വെൻ സെയിൽസ് കംസ്, എന്നാണ് സെയിൽസ് നടക്കുന്നത്, അന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? ഈ പറയുന്ന അസറ്റിന്റെ കോസ്റ്റ് ഓഫ് എക്വിസിഷനിൽ നിന്ന് അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്യാം. ഇനി 1/4/2014 ശേഷമാണെങ്കിൽ
അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്യുന്ന മൊമെന്റിൽ തന്നെ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ഇൻകം ഫ്രം അതർ സോഴ്സിൽ എന്ത് ചെയ്യപ്പെടും? ഇൻകം ഫ്രം അതർ സോഴ്സിൽ എന്ത് ചെയ്യപ്പെടും? ഇത് ടാക്സബിൾ ആയിട്ട് മാറും. എന്ന് വെച്ചാൽ സെയിൽ ചെയ്യാനുള്ള പോയിന്റിലേക്ക് ഒന്നും പോകില്ല, നേരെ സെയിം ഇയറിൽ അല്ലെങ്കിൽ ഏത് പ്രീവിയസ് ഇയർ ആണോ ഇത് സംഭവിച്ചിരിക്കുന്നത് അതേ വർഷം തന്നെ ഇത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സബിൾ ആവും. 1/4/2014 മുൻപുള്ള ഈ ഒരു സിറ്റുവേഷന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഈ അസറ്റ് എങ്ങാനും സെല്ല് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഇതിന്റെ എമൗണ്ട്, ഈ അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്തത് എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടാതെ പോകും. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രീവിയസ് ഓണർ മറ്റൊരാൾക്ക്, ഇപ്പോൾ എൻ്റെ ഫാദർ ആണ് അഡ്വാൻസ് മണി റിസീവ് ചെയ്തിട്ടുള്ളത്, ആ അഡ്വാൻസ് മണി പുള്ളിക്കാരൻ ഫോർഫീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കോസ്റ്റ് പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് തന്നെ ആയിരിക്കും, അതിൽ ഈ അഡ്വാൻസ് മണി റെക്കോർഡ് ചെയ്യില്ല. ഇങ്ങനെ കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം 2014 എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. 2014 എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. അപ്പൊ 2014 ശേഷം അഡ്വാൻസ് മണി റിസീവ് ചെയ്യുകയും ഫോർഫീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് എവിടെ ടാക്സബിൾ ആണ്? ഇൻകം ഫ്രം അതർ സോഴ്സിൽ എൻറ്റയർ എമൗണ്ട് ടാക്സബിൾ ആണ്. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? നേരെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ തിയറി പാർട്ടിലേക്ക് പോവാം. ശ്രദ്ധിച്ചോളൂ. അഡ്വാൻസ് മണി ഓർ അതർ സം received and forfeited by assessee prior to 1/4/2014 to be reduced from cost of acquisition, WDV value, fair market value as the cases may be. എന്നാണോ ഈ പറയുന്ന ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ നിന്നോ കോസ്റ്റ് ഓഫ് എക്വിസിഷനിൽ നിന്നോ അല്ലെങ്കിൽ WDV വാല്യൂവിൽ നിന്നോ എന്ത് ചെയ്യാറാണ് പതിവ്? ഈ പറയുന്ന അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്ത എമൗണ്ട് ഡിഡക്ട് ചെയ്യാറാണ് പതിവ്. അഡ്വാൻസ് മണി ഓർ അതർ സം റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ദ പ്രീവിയസ് ഓണർ prior to 1/4/2014 not to be reduced from its cost of acquisition, it is not taxable anywhere. ഈ പറയുന്ന വസ്തു കോസ്റ്റ് ഓഫ് എക്വിസിഷനിൽ നിന്ന് മൈനസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടാതെ പോകും. The phrase of other money would cover deposit made the purchaser for guaranteeing the performance of contract not forming part of the consideration. ഇത് ഫോമിംഗ് പാർട്ട് ഓഫ് കൺസിഡറേഷൻ ആയിട്ടൊന്നും കൺസിഡർ ചെയ്യത്തില്ല. If after deducting advance money the cost of acquisition is minus figure, then the cost of acquisition to be taken as nil. അതായത് അഡ്വാൻസ് മണി റിസീവ് ചെയ്യുകയും അത് ഫോർഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കോസ്റ്റ് ഓഫ് എക്വിസിഷനേക്കാൾ കൂടുതൽ എമൗണ്ട് എന്ത് സംഭവിച്ചാൽ അഡ്വാൻസ് മണി റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നില്ലായിട്ട് കൺസിഡർ ചെയ്യും. The excess advance money over the cost of acquisition, it is a capital receipt, not taxable. അതായത് കോസ്റ്റ് ഓഫ് എക്വിസിഷനേക്കാൾ കൂടുതൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് എവിടെയും ടാക്സ് ചെയ്യപ്പെടാതെ പോകും. ഇഫ് ദ അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ബിഫോർ 1/4/2001 then the same should be reduced from fair market value as on 1/4/2001. 1/4/2001 ശേഷമാണ് അഡ്വാൻസ് മണി റിസീവ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അന്നത്തെ കോസ്റ്റ് ഓഫ് എക്വിസിഷനിൽ നിന്ന് മൈനസ് ചെയ്യും. അതിന് മുൻപാണെങ്കിലോ അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ബിഫോർ ആണെങ്കിൽ ദ സെയിം ഷുഡ് ബി റെഡ്യൂസ്ഡ് ഫ്രം ഫെയർ മാർക്കറ്റ് വാല്യൂ. ഇതേ സംഭവം നിന്ന് നമ്മൾ മൈനസ് ചെയ്യും, ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് മൈനസ് ചെയ്യും. ടു ദ പേഴ്സൺ ഹൂ ഗീവ് ദ അഡ്വാൻസ് മണി ദ സെയിം എമൗണ്ട് ഫോർഫീറ്റഡ് വിൽ നോട്ട് ബി അലൗഡ് ആസ് എ ക്യാപിറ്റൽ ലോസ്. ദർ ഇസ് നോ ട്രാൻസ്ഫർ. അതായത് അതിനെ ഒരിക്കലും ഒരു ക്യാപിറ്റൽ ലോസ് ആയിട്ട് ആർക്കും കൺസിഡർ ചെയ്യില്ല, അത് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്ക് കൺസിഡർ ചെയ്യില്ല. അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ബൈ എനി പേഴ്സൺ ഓൺ ഓർ ആഫ്റ്റർ 1/4/2014 ടു ബി ടാക്സ്ഡ് അണ്ടർ സെക്ഷൻ 56. ഇതിനെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് ചെയ്യപ്പെടും. അഡ്വാൻസ് മണി റിസീവ് ചെയ്യുന്നതും ഫോർഫീറ്റ് ചെയ്യുന്നതും 1/4/2014 ശേഷമാണ് എങ്കിൽ ഇത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. നമ്മുടെ പോയിന്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ഏതിലാണ്? ഈ ഒരു പോയിന്റിലാണ്. അപ്പൊ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാവുന്നതാണ്. മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് വായിച്ചോളൂ. Okay. Mortgage created by previous owner. Amount paid by the successor to clear off mortgage to be the cost of acquisition. അതായത് പ്രീവിയസ് ഓണർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ലോൺ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യുന്നത് സക്സസർ ആണെങ്കിൽ സക്സസറുടെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആയിട്ട് എന്തിനു വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം? ഈ പറയുന്ന മോർഗേജ് ക്ലിയർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള എമൗണ്ട് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം.
amount paid by the successor to clear off the mortgage to be the cost of acquisition. എന്ന് വെച്ചാൽ എൻ്റെ ഫാദറിന്റെ പ്രോപ്പർട്ടിയുടെ മുകളിൽ ലോണൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലോൺ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാനത് സക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തായിരിക്കും? എൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയായിരിക്കും? ഞാൻ ചെലവഴിച്ചിരിക്കുന്ന ആ എമൗണ്ട് ആയിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി അടുത്തത് എന്താണ്? മോർഗേജ് ക്രിയേറ്റഡ് ബൈ ദ അസസി ഹിംസെൽഫ് കനോട്ട് ഫോം പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇപ്പോൾ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ ഭാഗമായിട്ട് മാറില്ല. ഇതേ മോർഗേജ് ക്രിയേറ്റ് ചെയ്ത ആൾ തന്നെയാണ് സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫാദർ തന്നെയാണ് സെറ്റിൽ ചെയ്യുന്നത്, എന്തല്ല കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ ഭാഗമല്ല. പേയ്മെന്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ദ പ്രൊഡ്യൂസർ ഓർ സക്സസർ obtaining to clear the title of the property by releasing the mortgage deed shall be the cost of acquisition of the successor under section 48. അതായത് ഈ ലോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 48 അത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും. ക്ലിയർ ആണല്ലോ അല്ലെ? ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യേണ്ട പോയിന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് 10th പോയിന്റ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ അഥവാ ESOP. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ അഥവാ ESOP നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് സാലറിക്കകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്താണ്. എംപ്ലോയർ മേ അലോട്ട് ദ സെക്യൂരിറ്റി ഓർ ഷെയർസ് ഇൻ ദ എംപ്ലോയർ കമ്പനി ടു ദ എംപ്ലോയി വിത്തൗട്ട് ചാർജിങ് എനിത്തിങ് ഓർ അറ്റ് എ കൺസെഷണൽ റേറ്റ്. ദ ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് ദ സെയിം ഈസ് ഗിവൺ ബിലോ. ഇഫ് ദ ഓപ്ഷൻ ഓഫ് എക്സസൈസിംഗ് ദ കൺസേൺ ബൈ എംപ്ലോയി, then the fair market value minus amount paid by him chargeable to tax in the hands of employee as a perquisite as per section 17, where subsequently these shares are transferred by the employee, then capital gain will arises. The cost of acquisition of shares shall be the fair market value which has been taken into as a perquisite valuation as per section 49 subsection 2AA. ശ്രദ്ധിച്ചോളൂ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ സാലറിയിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്തായിരുന്നു? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ വഴി. എന്താ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ അഥവാ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർപ്പോഹരി അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, എംപ്ലോയീസിന് ഈ കമ്പനിയിൽ ഒരു വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഓണർ ആവാനുള്ള ഒരു അവസരമാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ എംപ്ലോയിക്ക് ഓണർ ആവുന്നത് എങ്ങനെയാണ്? ഓണർ ആവുന്നത് ഈ പറയുന്ന മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വാല്യൂല് ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം എംപ്ലോയർ ഒരുക്കി കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 100 രൂപ വാല്യൂ ഉള്ള 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 50 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തോളാൻ ആരോട് പറഞ്ഞു? ഷെയർ ഹോൾഡേഴ്സിനോട്, എംപ്ലോയീസിനോട് പറഞ്ഞു. ഇതിനെയാണ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. 50 രൂപ പുള്ളിക്കാരൻ കോസ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫെയർ മാർക്കറ്റ് വാല്യൂ മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഫെയർ മാർക്കറ്റ് വാല്യൂ മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയി. എത്രയാണോ എംപ്ലോയി പേ ചെയ്തിട്ടുള്ള എമൗണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫെയർ മാർക്കറ്റ് വാല്യൂ ഇതിനേക്കാളും കൂടുതലാണ്, ഫേസ് വാല്യൂനേക്കാളും കൂടുതലാണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ 150 റുപ്പി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ -50 ഈസ് ഈക്വൽ ടു 100 റുപ്പിയാണ്. -50 ഈസ് ഈക്വൽ ടു 100 റുപ്പി എന്തായിട്ട് മാറും? പെർക്യൂസിറ്റ് ആയിട്ട് മാറും. 150 രൂപ വിലയുള്ള ഷെയർ നിങ്ങളോട് 50 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപ നിങ്ങൾ ചെലവഴിച്ചു, 100 രൂപ എന്തായിട്ട് മാറി? പെർക്യൂസിറ്റ് എന്ന പേരിൽ നിങ്ങളുടെ സാലറി ഹെഡിൽ ടാക്സബിൾ ആയി. ദെൻ എംപ്ലോയി ഈ ഷെയർ വീണ്ടും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കാരന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? ഓൾറെഡി ടാക്സ് അടച്ചിരിക്കുന്ന ഒരു എമൗണ്ട് പൂർണ്ണമായിട്ടും ആരുടെ കോസ്റ്റ് ആണ്? ആ പറയുന്ന വ്യക്തിയുടെ കോസ്റ്റ് ആയിട്ട് മാറും. അപ്പൊ ഇവിടുത്തെ പോയിന്റിൽ എന്താണ്? എംപ്ലോയി ചെലവഴിച്ചിട്ടുള്ള എമൗണ്ട് 50ഉം ടാക്സ് അടച്ചിട്ടുള്ള 100ഉം കൂടി കൂട്ടുമ്പോൾ 150 രൂപ കോസ്റ്റ് ഇതിന് വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റിയതാണ് പെർക്വിസിറ്റ് എമൗണ്ട് പ്ലസ് നമ്മൾ എന്തായിരിക്കും എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടുന്നതായിരിക്കും എന്തായിട്ട് മാറുക? നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് മാറുക, എംപ്ലോയിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് മാറുക. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ഇഫ് ഓപ്ഷൻ എക്സസൈസ്ഡ് ബൈ കൺസേൺഡ് എംപ്ലോയി, then the fair market value minus amount paid by him is chargeable to tax in the hands of employee as a perquisite as per section 17. 17 അത് perquisite ആയിട്ട് മാറി. Where subsequently these shares are transferred by employee, then capital gain arise and the cost of acquisition of these shares shall be the fair market value which has been taken into account for perquisite valuation as per section 49 subsection 2AA. മനസ്സിലായിട്ടുണ്ടോ? പക്ക ക്ലിയർ ആണോ? ഒന്ന് വായിക്കൂ.
ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 101. T Limited grant option to its employees Rajat on 1st April 2020 to apply 100 share of the company for making available right in intellectual property to the employer company at a predetermined price rupees 150 per share with the date of vesting of option being 1st April 2022, the exercise period of 1st April 2022 to 31st March 2025. Mr. Rajat exercised his option 31st May 2024 and shares allotted and transferred to him 13th June 2024. Fair market value of such shares on different dates 1/4/2020 470, 1/4/2022 890, 31/5/2024 1250, 13/6/2024 1470. On 31/12/2024, Mr. Rajat gifted 25 shares to his brother and sold the shares fair market value 2180 per share. Compute the taxable perquisite in the hands of and the capital gain in the hands of Rajat. രജത്ത് എന്നാണ് ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്തതെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രജത്ത് ഈ ഷെയർ എക്സസൈസ് ചെയ്തില്ല. 150 per ഷെയർ വെസ്റ്റിംഗ് ഓൺ ദ റേറ്റ് ഓഫ് with the date of vesting of the option 1st April 2022. Exercise the period of 1st April 2022 to 31st March. രജത്ത് എക്സസൈസ് ചെയ്തത് 31st May 2024ലാണ്. 31st May 2024ലാണ് ഈ ഷെയർ എക്സസൈസ് ചെയ്തത്. അപ്പോൾ ഇവിടെ രജത്തിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് പെർക്വിസിറ്റ് വാല്യൂ കണക്കാക്കേണ്ടതാണ്. പെർക്വിസിറ്റ് വാല്യൂ കണക്കാക്കുന്ന സമയത്ത് 1250 ഇൻറ്റു എത്രയാ 100 ഷെയർ ആണ് പുള്ളിക്കാരൻ എക്സസൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് മൊത്തം ചെലവഴിച്ചിട്ടുള്ള എമൗണ്ട്? 1,25,000 രൂപ വാല്യൂ ഉള്ള ഷെയർ ആണ് പുള്ളിക്കാരൻ 150 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തത്. അപ്പോൾ 1250 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 1,25,000 മൈനസ് 15,000 രൂപ. എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്? ഒരു ഷെയർ 150 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. 15,000 ബാലൻസ് 1,10,000 വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയിട്ട് മാറി. ദെൻ അതിനുശേഷം എന്ത് സംഭവിച്ചു? മിസ് രജത് ഗിഫ്റ്റഡ് 25 ഷെയർ ടു ഹിസ് ബ്രദർ. 25 ഷെയർ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ബ്രദറിന് ട്രാൻസ്ഫർ ചെയ്തു. എത്രയാ? ആൻഡ് ബാലൻസ് സെയിൽ ചെയ്യുകയും ചെയ്തു. സെയിൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് എത്രയാണ്? നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഈവൻ ഗിഫ്റ്റ് ചെയ്താലും ഷാൾ ബി കൺസിഡർ എസ് ട്രാൻസ്ഫർ. ആ ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഷെയർ നമ്മൾ ESOP എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ വഴി കിട്ടിയിരിക്കുന്ന ഷെയറിനെ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ? ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു നോട്ട് ഉണ്ട് നമുക്കിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈവൻ ഗിഫ്റ്റായിട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ വഴി മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഗിഫ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലും അത് ട്രാൻസ്ഫർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഷെയർ മൊത്തം 100 ആയിരുന്നു. അത് 2180 എന്ന് പറയുന്ന റുപ്പിയിൽ അത് സെല്ല് ചെയ്യപ്പെട്ടു. 2,18,000 രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. പുള്ളിക്കാരൻ്റെ കോസ്റ്റ് എത്രയായിരുന്നു? 1,25,000. അതെങ്ങനെ ഞാൻ കൺസിഡർ ചെയ്തത്? ഓൾറെഡി 15,000 പുള്ളിക്കാരൻ പേ ചെയ്തു. ബാക്കി 1,10,000 പുള്ളിക്കാരൻ പെർക്വിസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ടാക്സ് അടച്ചു. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ കോസ്റ്റിന് എത്രയാണ്? 1,25,000 ആണ്. ഹെൻസ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 93,000 ആണ്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാര്യമായിട്ട് കൺസിഡർ ചെയ്യുക. ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. മനസ്സിലായിട്ടുണ്ടോ? വായിച്ചോളൂ. ഓക്കെ, കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ടു ബി ടേക്കൺ ആസ് നിൽ. അതായത് നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഈ പറയുന്ന വസ്തുക്കളുടെ മുകളിൽ നില്ലാണ്, 1 രൂപ പോലും ടാക്സബിൾ ആവില്ല. സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ ആണെങ്കിൽ അത് നില്ലാണ്. ഷെയർസ് ആണെങ്കിൽ നില്ലാണ്. ബോണസ് ഷെയർ ആണെങ്കിൽ നില്ലാണ്.
റൈറ്റ് ടു സബ്സ്ക്രൈബ് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ടെനൻസി റൈറ്റ്, ഷോർട്ട് സ്റ്റേജ് കാരേജ് പെർമിറ്റ്, ലൂം ഹവേഴ്സ്, എനി റൈറ്റ് ടു മാനുഫാക്ചർ ഓർ പ്രൊഡ്യൂസ് ഓർ പ്രോസസ് ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ്, ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിം അസോസിയേറ്റഡ് വിത്ത് ബിസിനസ്. ഇതിനൊന്നും എന്തില്ല, കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് നിൽ ആണ്. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് നില്ലാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. റെഡി? Section 50AA, capital gain in case of market linked debentures, where the capital asset being unit of specified mutual fund acquired on or after 1/4/2023. 1/4/2023 ശേഷം മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സ് അഥവാ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, യൂണിറ്റ് ഓഫ് മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സ്, അൺലിസ്റ്റഡ് ബോണ്ട് ഓർ അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് which is transferred or redeemed or matured on or after 23rd July 2024 is a transferred capital gain shall be computed as under. അതായത് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് പറഞ്ഞാൽ ഡിബഞ്ചർ ലിങ്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിബഞ്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ യൂണിറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അക്വയർ ചെയ്യുന്നത് 1/4/2023 ശേഷവും എന്നാൽ റെഡീം ചെയ്യുന്നത് 23/7/2024 ശേഷമാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ഫോർമാറ്റിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ഫോർമാറ്റിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ റിസീവ്ഡ് ഓർ അക്വയറിംഗ് ഓൺ ട്രാൻസ്ഫർ എത്രയാണ്, നിങ്ങൾക്ക് അതിന്റെ വാല്യൂ മെച്ചൂർഡ് ആവുന്ന സമയത്തുള്ള വാല്യൂ എന്താണ്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഓർ അക്വയറിംഗ് ഓർ ട്രാൻസ്ഫർ ഓർ റിഡംഷൻ ഓഫ് മെച്ചൂരിറ്റി ഓഫ് സച്ച് ഡിബഞ്ചേഴ്സ് ഓർ യൂണിറ്റ് ഓർ ബോണ്ട് ഓർ ഡിബഞ്ചേഴ്സ്. അതായത് മെച്ചൂർഡ് ആവുന്ന സമയത്തുള്ള വാല്യൂ അല്ലെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് മെച്ചൂർഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ റിഡീം ചെയ്യുന്ന സമയത്ത് വരുന്ന വാല്യൂ എത്രയാണോ അതാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലെസ് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ, STT നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, നമുക്ക് നേരത്തെ അറിയാം. എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ. ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഹോൾഡിംഗ് പീരിയഡ്. ഹോൾഡിംഗ് പീരിയഡിന് ഇവിടെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ഹോൾഡിംഗ് പീരിയഡ്, എത്ര കാലയളവ് നിങ്ങളിപ്പോൾ 24 മാസമോ 36 മാസമോ 5 ഇയേഴ്സോ 10 ഇയേഴ്സോ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനെ ഒരിക്കലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഓൾവേസ് എന്താണ് ഷോർട്ട് ടേം ആണ്. ക്ലിയർ ആണോ? 23/7/2024 ശേഷം മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ, റിഡംഷൻ ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെച്ചൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് മാറും. ലെസ് എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ മൈനസ് ചെയ്താൽ നെറ്റ് സെയിൽ കൺസിഡറേഷൻ നമുക്ക് കിട്ടും. അതിനകത്ത് നിന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യാം. ബാലൻസ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ഓൾവേസ് ഷോർട്ട് ടേം ആണ്. ഒരു കാരണവശാലും ഇത് ലോങ് ടേം ആവില്ല. ക്ലിയർ ആണല്ലോ അല്ലെ? ഒന്ന് വായിച്ചോളൂ. നെക്സ്റ്റ് സെക്ഷൻ 50B സ്ലം സെയിൽ. എന്താണ് സ്ലം സെയിൽ? ഒരു ബൾക്ക് യൂണിറ്റിനെ കംപ്ലീറ്റ്ലി സെല്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്ലം സെയിൽ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ അസറ്റിനെയോ അല്ലെങ്കിൽ കാറ്റഗറി ഒന്നും കൺസിഡർ ചെയ്യാതെ. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ടൊബാക്കോ കമ്പനി അഥവാ ITC വേരിയസ് പ്രൊഡക്റ്റുകളും വേരിയസ് മാനുഫാക്ചറിങ് യൂണിറ്റുള്ള കമ്പനിയാണെന്ന് പറയുന്നത് ഇന്ത്യൻ ടൊബാക്കോ കമ്പനി അഥവാ ITC എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡ്. അറിയോ നിങ്ങൾക്ക്? ക്ലാസ്മേറ്റ്സ് എന്ന ബ്രാൻഡ് അറിയാലോ. ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രത്യേകത എന്താണ്? ഇത് കംപ്ലീറ്റ്ലി ഈ പറയുന്ന ബ്രാൻഡിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് സ്റ്റേഷനറി ഐറ്റംസിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്സ്, അതുപോലെ തന്നെ പെന്നുകൾ, പെൻസിലുകൾ, ഇതൊക്കെ ഇറക്കിയിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് എന്നുള്ള രീതിയിൽ ITC ഇറക്കിയിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഇതിനെ സ്റ്റേഷനറി ബിസിനസ് ആയിട്ട് കണക്കാക്കാം. ഈ ഒരു യൂണിറ്റിനെ കംപ്ലീറ്റ്ലി സെല്ല് ചെയ്യാണ് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേഷനറി ബിസിനസിനെ കംപ്ലീറ്റ്ലി സെല്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ലം സെയിൽ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം നമ്മൾ സെല്ല് ചെയ്യുന്നു. ആ സെല്ല് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? സ്ലം സെയിൽ എന്ന് വിളിക്കും. ഇൻഡിവിജ്വൽ അസറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല, കംപ്ലീറ്റ് അസറ്റിന്റെ വാല്യൂ. അപ്പൊ സാർ ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്താണ്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ കോസ്റ്റ് ഓഫ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്തായിരിക്കും? അവർ എഗ്രി ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. അതായത് ഈ പറയുന്ന ഏത് കമ്പനിയിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതായിരിക്കും അവരുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ.
ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണെന്നാണ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇസ് എ നെറ്റ് വർത്ത് ഓഫ് ദ കമ്പനി. നെറ്റ് വർത്ത് ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ഈസ് ഈക്വൽ ടു നെറ്റ് വർത്ത്. പക്ഷേ ഈ നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് റീവാലുവേഷൻ അപ്വേർഡ് റിവിഷനോ ഡൗൺവേർഡ് റിവിഷനോ മൂലം അസറ്റിന്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാക്ട് ബുക്ക് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് എക്സാക്ട് ബുക്ക് വാല്യൂ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇൻടാഞ്ചിബിൾ അതായത് മറ്റ് തരത്തിലുള്ള എക്സ്പെൻസുകൾ, അതായത് ലീഗലായിട്ട് അലോ ചെയ്യുന്ന എക്സ്പെൻസുകൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഐ മീൻ അസറ്റിന്റെ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്ലം സെയിൽ എന്താണെന്നുള്ള ഒരു ബേസിക് തിയറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ലം സെയിൽ മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് വൺ ഓർ മോർ അണ്ടർടേക്കിംഗ് as a result of the sale of slum consideration without value of being assigned to the individual assets and liability in such sale. അതായത് ഒരു ഇൻഡിവിജ്വൽ അസറ്റ്സിനെയോ ലയബിലിറ്റീസിനെയോ കൺസിഡർ ചെയ്യാതെ ലംസം ആയിട്ട് ഒരു യൂണിറ്റിനെ കംപ്ലീറ്റ്ലി സെല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ലം സെയിൽ എന്ന് വിളിക്കുന്നത്. നെറ്റ് വർത്ത് ഓഫ് ദ ബിസിനസ് ക്യാൻ ബി കൺസിഡർ ആസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ബിസിനസ്. നെറ്റ് വർത്ത് ഓഫ് ദ ബിസിനസ് ആണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. വാട്ട് യു മീൻ നെറ്റ് വർത്ത്? അസറ്റ് മൈനസ് ലയബിലിറ്റി ആണെന്ന് പറയുന്നത് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അസറ്റ് മൈനസ് ലയബിലിറ്റി ആണെന്ന് പറയുന്നത് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് അസറ്റ് ഷാൽ ബി ടേക്കൺ ആസ് ഫോളോസ്. അസറ്റിനെ എങ്ങനെയാണ് ടേക്ക് ചെയ്യുന്നത്? ഡിപ്രീഷ്യബിൾ അസറ്റ്സിനെ WDV വാല്യൂവിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എങ്ങനെയാണോ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് ആ ഡിപ്രിസിയേഷൻ ഡിഡക്ട് ചെയ്തിട്ടുള്ള അസറ്റിനെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? അസറ്റിന്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണ്, ഇപ്പൊ ലാൻഡ്, ബിൽഡിംഗ് അതുപോലുള്ള കാറ്റഗറീസ് ഒക്കെ ആണെങ്കിൽ ബുക്ക് വാല്യൂവിൽ നമ്മൾ ടേക്ക് ഓവർ ചെയ്യും. ഇനി മറ്റ് ക്യാപിറ്റൽ അസറ്റ് സെക്ഷൻ 35AD അതുപോലെ 35D 35 എന്നീ സെക്ഷനുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അസറ്റുകളൊക്കെ ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ നില്ലായിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അസറ്റുകളെ ടേക്ക് ഓവർ ചെയ്യുന്നത് ബുക്ക് വാല്യൂ അല്ലയോ അല്ലെങ്കിൽ ഏതിലായിരിക്കും? ബുക്ക് വാല്യൂയിലോ അല്ലെങ്കിൽ ഏതിലായിരിക്കും? WDV വാല്യൂയിലായിരിക്കും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള പോയിന്റ്സുകളിലേക്ക് കിടക്കാം. ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു റീവാലുവേഷൻ ഷാൽ നോട്ട് ബി കൺസിഡർഡ് whether it is done during the current year or to the earlier year, whether it is upward revision or downward revision. വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യില്ല? നമുക്ക് ഇൻകം ടാക്സിൽ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സ്ലം സെയിലിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരികയാണെങ്കിൽ ഒരു അസറ്റിന്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് റീവാലുവേഷൻ മൂലമാണെങ്കിൽ ആ വാല്യൂവിനെ നമ്മൾ തിരിച്ച് ബുക്ക് വാല്യൂവിലേക്ക് കൊണ്ടുപോകണം. ക്ലിയർ ആണോ? അതായത് ഒറിജിനൽ വാല്യൂയിലേക്ക് കൊണ്ടുപോകുക. കൂടിയിട്ടുണ്ടെങ്കിൽ കുറയ്ക്കുക, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുക. ക്ലിയർ അല്ലേ? കണ്ടിജന്റ് ലയബിലിറ്റി ഷുഡ് നോട്ട് ബി ഡിഡക്റ്റഡ് as it is does not appear in the balance sheet. കണ്ടിജന്റ് ലയബിലിറ്റീസോ മറ്റു കാര്യങ്ങളോ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഓഫ് കോഴ്സ് നമുക്ക് അവൈലബിൾ അല്ല. ദ ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് വിൽ നോട്ട് ബി അവൈലബിൾ. ദ നെറ്റ് വർത്ത് ഈസ് നെഗറ്റീവ്. അസറ്റ് മൈനസ് ലയബിലിറ്റി ചെയ്യുന്ന സമയത്ത് നെറ്റ് വർത്ത് നെഗറ്റീവ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 0 ആണ്. ശ്രദ്ധിക്കുക, ഇഫ് ദ നെറ്റ് വർത്ത് ഈസ് നെഗറ്റീവ് ഈസ് ടു ബി ടേക്കൺ ആസ് 0 ആൻഡ് ദ സെയിൽ കൺസിഡറേഷൻ വിൽ ബിക്കം ക്യാപിറ്റൽ ഗെയിൻ. സെയിൽസ് കൺസിഡറേഷൻ പൂർണ്ണമായിട്ട് എന്തായിട്ട് മാറും? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും. ഇൻ ഡിറ്റർമിനിങ് ദ ലോങ് ടേം ഓർ ഷോർട്ട് ടേം ദ എക്സിസ്റ്റൻസ് ഓഫ് അണ്ടർടേക്കിംഗ് ഷാൽ ബി കൺസിഡേർഡ് ആൻഡ് നോട്ട് ഫോർ ദ ഇൻഡിവിജ്വൽ അസറ്റ്സ്. അതായത് എൻറ്റയർ ബ്ലോക്കിന്റെ വാല്യൂവിനെ അല്ലെങ്കിൽ എൻറ്റയർ ആ ഒരു യൂണിറ്റിന്റെ കാലാവധി എത്ര മാസം ഹോൾഡ് ചെയ്തു എന്നതിനനുസരിച്ചുകൊണ്ടായിരിക്കും ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് തീരുമാനിക്കുന്നത്. ലോങ് ടേം ആവണമെങ്കിൽ 24 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത ലോങ് ടേം ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ടേം ആണ്. ഇൻഡിവിജ്വൽ അസറ്റ്സ്, ഇതിനകത്ത് നമ്മൾ ഒരുപാട് അസറ്റ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അസറ്റുകളുടെ കാലാവധി ഒന്നും തന്നെ ഇതിന്റെ ഹോൾഡിംഗ് പീരീഡ്, അതായത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി കൺസിഡർ ചെയ്യത്തില്ല. നെക്സ്റ്റ്, if the transfer is agreement specified by the individual value of asset to be transferred, then such a transaction is not covered under slum sale. Consequently, capital gain shall be computed separately. ഇവിടെ ഒരു അസറ്റിനെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് സെല്ല് ചെയ്യുന്നത്, ഈ കാറ്റഗറിയിലല്ല സെല്ല് ചെയ്യുന്നെങ്കിൽ അത് സ്ലം സെയിൽ അല്ല. അപ്പൊ അത് ഏത് സെയിലാ? അതിനെ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഏതിൽ വരില്ല? നമ്മുടെ സ്ലം സെയിലിന്റെ ഭാഗമായിട്ട് വരില്ല. അപ്പൊ സ്ലം സെയിൽ എന്ന് പറയണമെങ്കിൽ ഒരു യൂണിറ്റിനെ കംപ്ലീറ്റ്ലി സെല്ല് ചെയ്യുന്നതിനെയാണ് സ്ലം സെയിൽ എന്ന് പറയുന്നത്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് എന്താണ്?
അസറ്റ് മൈനസ് ലയബിലിറ്റി ആണ്. അസറ്റിന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ബുക്ക് വാല്യൂവിൽ കൺസിഡർ ചെയ്യണം. അത് ഏതില്? നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ. ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ എങ്ങനെ കൺസിഡർ ചെയ്യണം? WDV വാല്യൂ ആസ് പെർ ദ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കുറച്ചിരിക്കുന്ന വാല്യൂവിൽ വേണം നമ്മൾ കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ CA മെറ്റീരിയലാണ്. CA മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ എടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, സ്ലം സെയിൽ. സ്ലം സെയിലെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇവിടെ ഇല്ലുസ്ട്രേഷൻ നമുക്ക് 10-ലാണ്. ഈ CA മെറ്റീരിയൽ ഇല്ലുസ്ട്രേഷൻ നമ്പർ 10-ലാണ് സ്ലം സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. മിസ്റ്റർ A ഈസ് എ പ്രൊപ്പറേറ്റർ ഓഫ് ആകാശ് എന്റർപ്രൈസസ് ഹാവിംഗ് 2 യൂണിറ്റ്സ്. 2 യൂണിറ്റുകളാണ് അവർക്കുള്ളത്. ഹി ട്രാൻസ്ഫേർഡ് ഓൺ 1/4/2024 ഹിസ് യൂണിറ്റ് 1 ബൈ വേ ഓഫ് സ്ലം സെയിൽ ഫോർ ടോട്ടൽ കൺസിഡറേഷൻ 25 lakh. അതായത് ഇതിലെ ഒരു യൂണിറ്റ് അവർ സെല് ചെയ്യാൻ തീരുമാനിച്ചു. എത്ര രൂപയ്ക്ക്? 25 ലക്ഷം രൂപയ്ക്കാണ് സെല് ചെയ്യാൻ തീരുമാനിച്ചത്. യൂണിറ്റ് 1 ആണ് സെല് ചെയ്യുന്നത്. ഓക്കെ, ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓഫ് യൂണിറ്റ് 1 1/4/2024 rupees 30 lakh ആണ്. യൂണിറ്റ് 1 വാസ് സ്റ്റാർട്ടഡ് 2005-06. The expenses incurred for transfer 28,000 and balance sheet as on 31st March 2024. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് ശ്രദ്ധിക്കാം. ലയബിലിറ്റി സൈഡിൽ ഓൺ ക്യാപിറ്റൽ 15 ലക്ഷം രൂപയുണ്ട്. റീവാലുവേഷൻ റിസർവ് ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ലോൺ ഉണ്ട്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. മെഷീനറി തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അതർ അസറ്റ്സ് തന്നിട്ടുണ്ട്. അത് യൂണിറ്റ് 1-ന്റെയും 2-ന്റെയും സെപ്പറേറ്റ് ആയിട്ട് അസറ്റിന്റെ വാല്യൂ വന്നിട്ട് ക്യാപിറ്റൽ ഒന്നിച്ചിലാണ് തന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലെ? റീവാലുവേഷനും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്നും നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഫസ്റ്റ് പോയിന്റ്, റീവാലുവേഷൻ റിസർവ് ക്രിയേറ്റഡ് ബൈ റിവൈസിംഗ് ദ അപ്വേർഡ് വാല്യൂ ഓഫ് ലാൻഡ് ഓഫ് യൂണിറ്റ് 1. ലാൻഡ് ഓഫ് യൂണിറ്റ് 1-ന്റെ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതായത് റീവാലുവേഷൻ മൂലം വാല്യൂ കൂടിയിട്ടുണ്ട്. അപ്പൊ ലാൻഡിന്റെ വാല്യൂ ആക്ച്വലി ഇവിടെ 12 ലക്ഷം രൂപയാണ് കാണിച്ചിരിക്കുന്നത്. റീവാലുവേഷൻ ഓഫ് റിസർവ് ഫോർ ലാൻഡ് 1 യൂണിറ്റ് 1-ൽ എന്താണ്? 3 ലക്ഷം രൂപ ക്രെഡിറ്റ് സൈഡ് കാണിച്ചിട്ടുണ്ട്. അപ്വേർഡ് റിവിഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ 12 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം രൂപ നമ്മൾ മൈനസ് ചെയ്യണം. 9 lakh മാത്രമാണ് ശരിക്കും നമ്മുടെ ബുക്ക് വാല്യൂ ആയിട്ട് നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ 9 lakh. നെക്സ്റ്റ്, നോ ഇൻഡിവിജ്വൽ അസറ്റ് ഓഫ് എനി അസറ്റ് ഈസ് കൺസിഡർ ആസ് ട്രാൻസ്ഫർ ഡീഡ്. അതായത് ഒരു ഇൻഡിവിജ്വൽ അസറ്റിനെ മാത്രമായിട്ട് ഇവിടെ സെല് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി അതർ അസറ്റ്സ് ഓഫ് യൂണിറ്റ് 1 ഇൻക്ലൂഡ് പാറ്റന്റ് അക്വേർഡ് 1/7/2022 rupees 50,000 ഓൺ വിച്ച് നോ ഡിപ്രിസിയേഷൻ ഹാസ് ബീൻ ചാർജ്ഡ്. ഒരു ഡിപ്രിസിയേഷനും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ചാർജ് ചെയ്തിട്ടില്ല. ദ വാല്യൂ ഓഫ് മെഷീനറി റെപ്രസെന്റ് ദ റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961. 1961-ലെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിപ്രിസിയേഷൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഡിഡക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണ് തന്നിട്ടുള്ളത്? ഫെയർ മാർക്കറ്റ് വാല്യൂ, ടോട്ടൽ സെയിൽസ് കൺസിഡറേഷൻ, ലംസം ഫോർ ദ ടോട്ടൽ കൺസിഡറേഷൻ 30 lakh ആണ്. പക്ഷേ ഫെയർ മാർക്കറ്റ് വാല്യൂ പറഞ്ഞിട്ടുള്ള 30 ലക്ഷം രൂപയാണ്. ഹെൻസ് നമ്മൾ ഏത് തന്നെ എടുത്തു? ഫെയർ മാർക്കറ്റ് വാല്യൂന്ന് എടുത്തു. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഹയർ ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓഫ് യൂണിറ്റ് ഓൺ 1/4/2024 ഓർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് മോണിറ്ററി കൺസിഡറേഷൻ റിസീവ്ഡ് വിച്ച് എവർ ഈസ് ഹയർ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണ്? 30 lakh ആണ്. എക്സ്പെൻസ് നമ്മളോട് നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എത്ര രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് എക്സ്പെൻസ് ആയിട്ട്? ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് എക്സ്പെൻസ് ചെലവഴിച്ചിട്ടുള്ളത് 28,000 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് മൈനസ് ചെയ്തു. 28,000 നമ്മൾ ഡിഡക്ട് ചെയ്തു. ബാലൻസ് എമൗണ്ട് വന്നിരിക്കുന്നത് 29,72,000 ആണ്. ഇതിൽ നമുക്ക് നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി. ലാൻഡിന്റെ വാല്യൂയിൽ നിന്ന് നമ്മൾ എത്ര പോയി? 12 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം രൂപ പോയി. എന്താ കാരണം? റീവാലുവേഷൻ റിസർവ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ മൈനസ് ചെയ്തു. മെഷീനറിയുടെ വാല്യൂ 3 lakh തന്നെ. സൺട്രി ഡെപ്റ്റേഴ്സ് എത്രയാ?
സൺട്രി ഡെപ്റ്റേഴ്സ് 1 lakh ആണ്. അവിടെ പാറ്റന്റ് ഉണ്ട് അല്ലേ, പാറ്റന്റ്. അതർ അസറ്റ്സിൽ നമ്മളോട് എന്ത് പറഞ്ഞു, പാറ്റന്റ് ഉണ്ട്, പാറ്റന്റിന്റെ വാല്യൂ 50,000 രൂപയാണെന്ന് പറഞ്ഞു. അത് 1/7/2022 പർച്ചേസ് ചെയ്യാൻ പറഞ്ഞു. ആസ് പെർ സെക്ഷൻ 32 പ്രകാരം ഡിപ്രിസിയേഷൻ ഓൺ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എത്രയാ റേറ്റ് പറയുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ ഡിപ്രിസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 25% ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ ഡിപ്രിസിയേഷൻ ഡിഡക്ട് ചെയ്യാത്ത വാല്യൂ ആണ്. ഹെൻസ് നമ്മൾ അതിന്റെ മുകളിൽ ഡിപ്രിസിയേഷൻ ഡിഡക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത്? 50,000 നിന്ന് ആദ്യം 2022-23 എത്ര പോയി? 12,500 പോയി. കാരണം അത് പുട്ടിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 180 ഡേയ്സിൽ കൂടുതലാണ്. അതുകൊണ്ട് ഫുൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. 2, ബാലൻസ് എമൗണ്ട് 37,500 നിന്ന് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത വർഷം 2023-24 നമ്മൾ ഫുൾ റേറ്റ് ചാർജ് ചെയ്തു. ഇനി സ്ലം സെയിൽ നടത്തുന്ന വർഷം നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാറുണ്ടോ? ആക്ച്വലി ഒരു വസ്തു സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാറുണ്ടോ? കാരണം എന്താണ്? ഓപ്പണിംഗ് WDV ആഡ് പർച്ചേസ് ലെസ് സെയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബാലൻസ് 28,125 എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാനുള്ള എമൗണ്ട് അല്ല, സെയിൽ ചെയ്യാനുള്ള എമൗണ്ട് ആണ്. സോ നമ്മൾ അവിടെ സെയിൽ ചെയ്ത സമയത്ത് എത്രയാണ്? 28,125 സ്ലം സെയിലിന് പോയി. അപ്പൊ അതിന്റെ വാല്യൂ എത്രയായിരുന്നു? 28,125. ഇനി അതർ അസറ്റ്സിനകത്ത് എന്ത് പറഞ്ഞു? അതർ അസറ്റ്സിനകത്ത് എന്തുണ്ടെന്ന് പറഞ്ഞു? അതർ അസറ്റ്സിനകത്ത് എന്തുണ്ടെന്നാ പറഞ്ഞത്? ശ്രദ്ധിക്കുക. അതർ അസറ്റ്സിന് എന്തുണ്ട് പറഞ്ഞു? അഡ്ജസ്റ്റ്മെന്റ്. അതർ അസറ്റ്സ് യൂണിറ്റ് 1 ഇൻക്ലൂഡ് പാറ്റന്റ് അക്വേർഡ് 1/7/2022. അപ്പൊ ആ ₹50,000 നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓൾറെഡി അതർ അസറ്റ്സ് എത്രയുണ്ടായിരുന്നത്? 1.5 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് 50,000 ഒഴിവാക്കി ബാക്കി 1 ലക്ഷം രൂപ. മൊത്തം ടോട്ടൽ അസറ്റ്സ് എത്രയാ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 9 lakh, മെഷീനറി 3 lakh, ഡപ്റ്റേഴ്സ് 1 lakh, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തതിന് ശേഷമുള്ള പാറ്റന്റ് 28,125. അതർ അസറ്റ്സ് എത്രയാ വന്നിട്ടുള്ളത്? 1 lakh. അപ്പൊ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള അസറ്റിന്റെ വാല്യൂ എത്രയാ? 14,28,125 ആണ്. ഇനി നമ്മുടെ ലയബിലിറ്റീസ് എത്രയ്ക്കാ? ലയബിലിറ്റീസ് ബാങ്ക് ലോണിന്റെ 70% ഏതിനു വേണ്ടിയിട്ടുള്ള? യൂണിറ്റ് 1ന് വേണ്ടിയിട്ടുള്ള. അപ്പൊ 1,40,000 ഏതിനു വേണ്ടിയിട്ടുള്ളതാണ്? യൂണിറ്റ് 1ന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ട്രേഡ് ക്രെഡിറ്റേഴ്സിന്റെ 25% പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 37,500 ആണ്, നിയർലി തോന്നുന്നു. ഓക്കെ, 37,500. അപ്പൊ 37,500 സൺട്രി ക്രെഡിറ്റേഴ്സിന്റെ 1,50,000 ഉണ്ട്, 25% 37,500. ബാങ്ക് ലോണിന്റെ 2 lakhന് മുകളിൽ 70%, 1 lakh എമൗണ്ട്. അപ്പൊ ഇത് നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എത്രയുള്ളത്? നമ്മുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 12,50,625 ആണ്. അപ്പൊ നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? നെറ്റ് വർത്ത് നമുക്ക് ഡിഡക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. എന്തുകൊണ്ടാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയത്? ഈ പറയുന്ന സ്ലം സെയിൽ നടത്താൻ ഉദ്ദേശിച്ച യൂണിറ്റ് തുടങ്ങിയത് 2005-6 ലോങ് പീരിയഡ് ഇത് ഹോൾഡ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ അസറ്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യേ വേണ്ട. അതുകൊണ്ട് ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഒരു നോട്ട് ഉണ്ട്, സിൻസ് ദ യൂണിറ്റ് held for more than 36 months, capital gain arising would be long term capital gain. However, indexation benefit not available in case of slum sale. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല. അപ്പൊ ഇതാണ് നമ്മളെ സ്ലം സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, നിർബന്ധമാണ്. ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? അപ്പൊ ഇതൊന്ന് വായിച്ചോളൂ. Okay, next topic 115 BBH, capital gain on virtual digital asset. 115 BBH virtual digital asset. Virtual digital assets എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി പോലുള്ള കാര്യങ്ങളെ നമ്മൾ കഴിഞ്ഞ വർഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 2/47A പ്രകാരം വെർച്വൽ ഡിജിറ്റൽ അസറ്റ് മീൻസ് എനി ഇൻഫോർമേഷൻ, കോഡ്, നമ്പർ, ടോക്കൺ not being an Indian currency or foreign currency. Indian currency അല്ലാതെ foreign currency അല്ല. Generated through cryptographic means or otherwise, whatever name called, providing digital representation of value exchanged with or without consideration, with the promise or representation of having inherent value or function as a store of value or a unit of account, including its use in a financial transaction or investment, but no limited to investment in scheme, and can be transferred and stored and trade electronically. അതായത് നിങ്ങൾക്ക് എന്താണ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫോറിൻ കറൻസിയോ ഇന്ത്യൻ കറൻസിയോ അല്ലാത്ത രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന
വാല്യൂ ഉള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ ക്രിപ്റ്റോ, ഇലക്ട്രോണിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രാഫിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള കറൻസിയെ കുറിച്ച് അല്ലെങ്കിൽ വാല്യൂവിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടോ സ്റ്റോറേജ് വാല്യൂവിനെ കുറിച്ചിട്ടോ ഒന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് നോൺ ഫഗ്യബിൾ ആണ്. ടോക്കൺ ഓഫ് എനി അതർ ടോക്കൺ ഓഫ് സിമിലർ നാച്ചർ വാട്ട് എവർ നെയിം കോൾ. ഇത്തരത്തിലുള്ള മറ്റെല്ലാ ഫഗ്യബിൾ ആയിട്ടുള്ള ഐറ്റംസിനെയും നമ്മൾ എന്ത് തന്നെയാണ് ഈ കാറ്റഗറി തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എനി അതർ നോട്ടിഫൈഡ് ഡിജിറ്റൽ അസറ്റ്, മറ്റേതെങ്കിലും നോട്ടിഫൈഡ് ആയിട്ടുള്ള ഡിജിറ്റൽ അസറ്റുകളും 115 BBH എന്ന് പറയുന്ന സെക്ഷന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ടാക്സ് റേറ്റ് 30% ആണ്. ടാക്സ് റേറ്റ് 30% ആണ് വെർച്വൽ ഡിജിറ്റൽ അസറ്റിന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഓൺ ട്രാൻസ്ഫർ ഓഫ് സച്ച് അസറ്റ്, ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എനി എക്സ്പെൻഡിച്ചർ ഓർ അലവൻസസ് ഓർ സെറ്റ് ഓഫ് എനി ലോസസ് ഷാൽ നോട്ട് ബി അലൗഡ് ടു ദ അസസി. ഒരു ലോസും ഒരു എക്സ്പെൻസും ഈ പറയുന്ന പെർട്ടിക്കുലർ അസറ്റിൽ നിന്ന് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ആൻഡ് ടു ദ സെറ്റ് ഓഫ് ലോസസ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ഷാൽ നോട്ട് ബി അലൗഡ് അഗെയിൻസ്റ്റ് അതർ ഇൻകം. അതായത് ഇതിന്റെ ലോസസ് നമുക്ക് മറ്റൊരു ഹെഡുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ ഒരു ലോസ് നമുക്ക് മറ്റൊരു ഹെഡുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ലോസ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ഷാൽ നോട്ട് ബി അലൗഡ് ആൻഡ് ക്യാരി ഫോർവേഡ് സക്സീഡിംഗ് അസസ്മെന്റ് ഇയേഴ്സ്. വെർച്വൽ ഡിജിറ്റൽ അസറ്റിന്റെ ലോസ് നമുക്ക് അടുത്ത വർഷങ്ങളിലേക്ക് ക്യാരി ചെയ്യാനും പറ്റില്ല. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിളും അല്ല. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിളും അല്ല. അപ്പൊ എന്താണ് വിർച്വൽ ഡിജിറ്റൽ അസറ്റ്? ഇറ്റ്സ് എ ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോഗ്രാഫിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള വാല്യൂ ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. 115 BBH പ്രകാരം ഇതിന്റെ ടാക്സ് റേറ്റ് 30%. ഇതിൽ നിന്ന് ഒരു എക്സ്പെൻസുകൾ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന കറൻസി ക്രിപ്റ്റോ കറൻസി ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ലോസുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഹെഡുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല. മറ്റൊരു ഇൻകവുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. 30% ടാക്സ് റേറ്റിൽ അങ്ങ് ടാക്സ് അടച്ചോളാം. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? പക്ക 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 ക്ലിയർ ആണല്ലോ അല്ലെ? നെക്സ്റ്റ് പോയിന്റ്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, സെക്ഷൻ 50C. 50C ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ചെറിയ രീതിയിലൊക്കെ നേരത്തെ പറഞ്ഞു പോയതാണ്. ഇൻകം ഫ്രം അതർ സോഴ്സിലൊക്കെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത് അണ്ടർ സെക്ഷൻ 50Cയിൽ എങ്ങനെയാണ് വരുന്നത്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് സ്റ്റാമ്പ് വാല്യൂഷൻ അതോറിറ്റിയുടെ വാല്യൂ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ്. എന്താണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ? ഇറ്റ്സ് സെയിൽ കൺസിഡറേഷൻ തന്നെ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. സെയിൽ കൺസിഡറേഷൻ തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്താണ്? ഞാനൊരു എക്സാമ്പിൾ സഹിതം അങ്ങ് പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാവും. ശ്രദ്ധിച്ചോളൂ. ഒരു മിനിറ്റ്, ചെറിയൊരു ഫോർമാറ്റിൽ നമുക്കങ്ങ് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ സെയിൽ വാല്യൂ 110% ഓഫ് സെയിൽ കൺസിഡറേഷൻ ആൻഡ് തേർഡ് വൺ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഇവിടെ ഞാൻ 4 ഹെഡിങ് കൊടുത്തു. സെയിൽ കൺസിഡറേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സെയിൽ കൺസിഡറേഷൻ എടുക്കുമ്പോൾ കേസ് 1 പ്രകാരം സെയിൽസ് 50 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. 50C പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷന്റെ 110%-നകത്തായിരിക്കണം നിങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. അതായത് നമുക്കറിയാം നമ്മൾ ആക്ച്വലി സെയിൽ ചെയ്യുന്ന വസ്തുവിന്റെ അതേ വാല്യൂ ഒന്നും ആയിരിക്കില്ല സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ. സ്റ്റാമ്പ് വാല്യൂഷൻ അതോറിറ്റിക്ക് ഒരു പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള ഒരു സ്ഥലത്തിന് വാല്യൂ ഫിക്സ് ചെയ്യുന്നതായിരിക്കുക. അത് അവിടുത്തെ ഒരു ഏകദേശം കണക്ക് വെച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് എക്സാക്ട് ഫിഗർ കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിനൊരു ടോളറൻസ് ഡെന്റ് എന്നുള്ള രീതിയിൽ എന്ത് പറഞ്ഞു? ഒരു 10% ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷന്റെ 110%-നകത്താണ് നിങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈക്വൽ ടു അല്ലെങ്കിൽ അകത്താണ് സെയിൽസ് കൺസിഡറേഷൻ വരുന്നതെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷൻ തന്നെ ആയിരിക്കും. ഇവിടെ അങ്ങനെയാണെങ്കിൽ എത്രയാണ് എമൗണ്ട്? 55 ലക്ഷം രൂപയാണ് സെയിൽസ് കൺസിഡറേഷന്റെ 110%.
ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 55 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 50 ലക്ഷം തന്നെ. നിങ്ങൾ 50 ലക്ഷത്തിന് ടാക്സ് അടച്ചാൽ മതി. രണ്ടാമതായിട്ട് പറയുന്നത് കേസ് 2ലേക്ക് പോവാണ്. കേസ് 2 50 ലക്ഷം സെയിൽസ് കൺസിഡറേഷൻ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ സെയിൽസ് കൺസിഡറേഷൻ 110%, 55 ലക്ഷം രൂപ തന്നെ. പക്ഷേ ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഒരു 60 ലാക്ക് ആണെന്ന് വിചാരിക്കാം. 60 ലാക്ക് ആണെന്ന് വിചാരിക്കാം. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 60 ലാക്ക് ആണെങ്കിൽ ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷന്റെ 110%-ന് ഈക്വലോ അല്ലെങ്കിൽ കുറവോ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്താവുള്ളൂ, ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷൻ ആവുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷന്റെ 110%-നേക്കാളും കൂടുതലാണ് സ്റ്റാമ്പ് വാല്യുവേഷൻ അതോറിറ്റി ഇതിന് മുകളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന വാല്യൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 60 ലാക്ക്. നിങ്ങൾ 60 ലക്ഷത്തിന് മുകളിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. കേസ് 3 സെയിൽ കൺസിഡറേഷൻ സെയിം, ഇതും സെയിം. ഇവിടെ 53 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എങ്കിൽ ഇവിടെ ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷന്റെ 110%-ന് താഴെയാണ് നിങ്ങളുടെ വാല്യൂ വന്നിട്ടുള്ളത്. അതുകൊണ്ട് 50 ലാക്ക് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഇനി അടുത്ത പോയിന്റ് കേസ് 4 കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യാം. 50 ലാക്ക് ഇവിടെ 70 ലാക്ക് ആണ് സ്റ്റാമ്പ് വാല്യുവേഷൻ അതോറിറ്റി ഫിക്സ് ചെയ്തിരിക്കുന്ന വാല്യൂ. കേസ് ഈ 70 ലാക്ക് ഫിക്സ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര കൂടുതലാണ്, ഇവിടത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇത്രയില്ല, നമുക്ക് എന്ത് ചെയ്യാം, കോടതിയിൽ പോവാമെന്നുള്ള ആള് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കോടതിയിൽ പോയപ്പോൾ അവരൊരു വാല്യുവേഷൻ ഓഫീസർ വെച്ചു. അപ്പോൾ വാല്യുവേഷൻ ഓഫീസർ പറഞ്ഞു ഇതിന്റെ വാല്യൂ 60 ലാക്ക്. അങ്ങനെയാണെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 60 ലാക്ക്. 2 വാല്യുവേഷൻ ഓഫീസർ പറഞ്ഞു ഇതിന്റെ വാല്യൂ 75 ലാക്ക്. അവിടെയാണ് പ്രശ്നം. വാല്യുവേഷൻ ഓഫീസർ പറയുന്ന വാല്യൂ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഇനി കുറച്ചും കൂടെ താഴേക്ക് പറയണം. കുറച്ചും കൂടെ താഴേക്ക് പറയുന്നത് കുറച്ചുകൂടെ താഴേക്കാണ് പറയുന്നതെങ്കിൽ ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഒരു 53 ലക്ഷം രൂപയാണ്. വാല്യുവേഷൻ ഓഫീസർ 53 ലക്ഷം രൂപ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 50 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് മേ ബി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷന്റെ 110%-നകത്തായിരിക്കണം എന്തെന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷൻ. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 110%-നേക്കാളും കൂടുതലാണ് എമൗണ്ട് എങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൂടുതലാണ്, നിങ്ങൾ അതിനെ നിങ്ങൾക്ക് ആ വാല്യൂ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വാല്യുവേഷൻ ഓഫീസറോട് ചോദിക്കാം. അപ്പോൾ വാല്യുവേഷൻ ഓഫീസർ പറയുന്ന വാല്യൂ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാളും താഴെയാണെങ്കിൽ വാല്യുവേഷൻ ഓഫീസർ പറയുന്ന വാല്യൂ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഞാൻ അതിന്റെ തിയറി പാർട്ടിലേക്ക് പോവാം. ശ്രദ്ധിച്ചോളൂ. എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ശ്രദ്ധിച്ചോളൂ. In case of immovable property held as a capital asset, if SDV or assessable stamp valuation authority is more than 110% of consideration, such SDV shall be deemed to be full value of consideration. Such full value of consideration എത്രയാണ്? 110%-നേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയായിരിക്കും? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാൾ. ഇപ്പൊ ശ്രദ്ധിച്ചോളൂ. ഇൻ കേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി held as a capital asset, if SDV stamp duty value assessed or assessable by the stamp valuation authority is more than 110%, such stamp duty value shall be deemed to be full value of consideration. 110%-നേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷന്റെ 110%-നേക്കാളും കൂടുതലാണ് സ്റ്റാമ്പ് വാല്യുവേഷൻ അതോറിറ്റി ഫിക്സ് ചെയ്തിരിക്കുന്ന വാല്യൂ എങ്കിൽ നിങ്ങളുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്ര തന്നെയാണ്? 50C പ്രകാരം സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ്. വേർ ദ അസസി ക്ലൈം SDV is more than fair market value, അതായത് അവിടെ ക്ലൈം ചെയ്യാൻ തന്ന സമയത്ത് മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതലാണ് നമ്മുടെ SDV എങ്കിൽ has not been disputed in any appeal,
then the assessing officer refer the valuation to the valuation officer. അതായത് നിങ്ങളുടെ വാല്യൂ കൂടുതലാണെന്ന് തോന്നുകയാണ്, ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതലാണ് സ്റ്റാമ്പ് വാല്യൂഷൻ അതോറിറ്റിയുടെ വാല്യൂ എങ്കിൽ അസസിംഗ് ഓഫീസർക്ക് വാല്യൂഷൻ ഓഫീസറെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. വാല്യൂഷൻ ഓഫീസർ പറയുന്ന വാല്യൂ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. മോർ ദാൻ ദ SDV ഓഫ് ദ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂഷൻ അതോറിറ്റി, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് ദ സ്റ്റാമ്പ് വാല്യൂഷൻ അതോറിറ്റി, വാല്യൂഷൻ ഓഫീസർ ഇഗ്നോർഡ്. അതായത് വാല്യൂഷൻ അതോറിറ്റി പറഞ്ഞിരിക്കുന്ന വാല്യൂ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ലെസ് ദാൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ലെസ് ദാൻ ദ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് ദ വാല്യൂഷൻ അതോറിറ്റി ആണെങ്കിൽ വാല്യൂഷൻ ഓഫീസർ പറയുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള, എന്നാൽ നമ്മുടെ എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്തോളാം. നോർമലി SDV is considered on the date of registration, but 50C states that if the date of agreement and registration are not same. ഈ പോയിന്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പറയുന്നതിന് മുൻപ് ഞാനതങ്ങ് വായിക്കുന്നതിന് മുൻപ് നമുക്കതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാം. 50C പ്രകാരം സ്റ്റാമ്പ് വാല്യൂഷൻ അതോറിറ്റി എന്ന് പറയുന്നത്, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറയുന്നത് നോർമലി രജിസ്ട്രേഷൻ ചെയ്യുന്ന ഡേറ്റിലെ വാല്യൂ ആയിരിക്കും എന്തായിട്ട് കൺസിഡർ ചെയ്യാം, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരാളുടെ പേരിലേക്ക് പ്രോപ്പർട്ടി എഴുതി കൊടുക്കുന്ന ദിവസത്തെ വാല്യൂ ആയിരിക്കും കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിൽ എഗ്രിമെന്റിൽ ഏർപ്പെട്ട ദിവസവും രജിസ്ട്രേഷൻ നടന്ന ദിവസം 2 ദിവസങ്ങളിലായിട്ടാണ് വിചാരിക്കുക, 2 സെപ്പറേറ്റ് ദിവസങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, 1 ഏപ്രിൽ 2024 ഞാൻ എഗ്രിമെന്റിൽ ഏർപ്പെടുകയും ഒരു അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുകയും ചെയ്തു ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് ഞാൻ അതിന്റെ മുഴുവൻ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നത് ഒരു ഡിസംബറിലാണ് സെറ്റിൽ ചെയ്യുന്നത്. ഇങ്ങനെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ അക്കൗണ്ട് പേ ചെക്ക് വഴിയോ, അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് വഴിയോ, അക്കൗണ്ട് പേ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയോ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം വഴിയോ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ എഗ്രിമെന്റ് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിരിക്കും ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അന്ന് ക്യാഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ട്രാൻസ്ഫർ നടക്കുന്ന, അതായത് രജിസ്ട്രേഷൻ നടക്കുന്ന പോയിന്റിലുള്ള വാല്യൂ ആയിരിക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വാല്യൂ ചെയ്യും. അന്നത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50 ലക്ഷം രൂപയാണ്, ഡിസംബർ ആയപ്പോഴേക്കും അത് 60 ലക്ഷം രൂപയായി. അങ്ങനെയാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂയിൽ വേരിയേഷൻ വന്നു. ഈ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂഷൻ അതോറിറ്റി പറയുന്ന വാല്യൂ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ അവിടെ നമ്മളോട് പറയുകയാണെങ്കിൽ എഗ്രിമെന്റ് ഡേറ്റും ട്രാൻസ്ഫർ ഡേറ്റും രണ്ടാണ്, രജിസ്ട്രേഷൻ ഡേറ്റും രണ്ടാണെങ്കിൽ എഗ്രിമെന്റ് ഡേറ്റിലെ പ്രൈസ് തന്നെ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ പേയ്മെന്റ് നമ്മൾ എങ്ങനെ കൊടുക്കണം, അക്കൗണ്ട് പേ ചെക്ക് വഴിയോ, അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് വഴിയോ, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം വഴിയോ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, വോട്ടെവർ, ബാങ്കിങ് ത്രൂ ചാനൽസ് വഴിയോ നിങ്ങൾ പേയ്മെന്റ് കൊടുത്തിരിക്കണം. എങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന, അതിനെ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, നോർമലി SDV is considered on the date of registration, but under section 50C state that if the date of agreement and registration are not same, then the assessee take the SDV on the date of agreement if he has received the consideration or part thereof up to the date of agreement in account payee check, use of electronic clearing system through a bank account or any other electronic modes prescribed. മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മോഡ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഗ്രിമെന്റ് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം, സ്റ്റാമ്പ് വാല്യൂഷൻ അതോറിറ്റിയുടെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണോ? 50C മനസ്സിലായിട്ടുണ്ടോ? നെക്സ്റ്റ് ടോപ്പിക് 50CA ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അൺകോട്ടഡ് ഷെയർസ് ട്രീറ്റഡ് ആസ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അൺകോട്ടഡ് ഷെയർസിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ, ലിസ്റ്റ് ചെയ്യപ്പെടാത്ത, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കീഴിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഷെയർസിനെ നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് ബീയിങ് ദ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫേർഡ് ഫോർ കൺസിഡറേഷൻ ലോവർ ദാൻ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് എങ്കിൽ then the fair market value shall be deemed to be full value of consideration. അതായത് അൺലിസ്റ്റഡ് ഷെയർസ് അല്ലെങ്കിൽ അൺകോട്ടഡ് ഷെയർസ് നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും താഴ്ന്ന വാല്യൂവിലാണ് ഈ അസറ്റ് വിൽക്കപ്പെടുന്നത് എങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഫെയർ മാർക്കറ്റ് വാല്യൂ നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ക്ലിയർ ആണോ? 50CA ഓക്കെ ആണോ? നെക്സ്റ്റ് 50D. Where the sales consideration is not ascertainable or cannot be determined. അതായത്
ഈ പറയുന്ന വാല്യൂ അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നില്ല, സെയിൽസ് കൺസിഡറേഷൻ ഈസ് നോട്ട് അസർട്ടൈനബിൾ, കനോട്ട് ബി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് സച്ച് അസറ്റ് ആസ് ഓഫ് ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഷാൾ ബി ദ വാല്യൂ ഓഫ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അതായത് നിങ്ങൾക്ക് ഈ വാല്യൂവിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ വാല്യൂവിനെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ദിവസത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും നിങ്ങളുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. പക്ഷേ ക്ലിയർ ആണല്ലോ അല്ലെ, 50D മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ. നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്തായിട്ട് മാറും? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് മാറും. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി റെഫറൻസ് ടു വാല്യുവേഷൻ ഓഫീസർ, സെക്ഷൻ 55A, reference to valuation officer. AO may refer, assessing officer may refer to cases of valuation officer in the following circumstances. എല്ലാ കേസസിലും എന്ത് ചെയ്യില്ല, വാല്യുവേഷൻ ഓഫീസറിലേക്ക് റെഫറൻസ് കൊടുക്കത്തില്ല. ഈ പറയുന്ന സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അസസിംഗ് ഓഫീസർ വാല്യുവേഷൻ ഓഫീസറിലേക്ക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറയത്തുള്ളൂ. ഫസ്റ്റ് പോയിന്റ്, ഫെയർ മാർക്കറ്റ് വാല്യൂ ക്ലൈംഡ് ബൈ ആൻ അസസി as per registered valuer AO is the opinion that value claimed variance with the fair market value. അതായത് അസസി ക്ലൈം ചെയ്തിരിക്കുന്ന വാല്യൂയും വാല്യുവേഷൻ ഓഫീസർ പറഞ്ഞിരിക്കുന്ന വാല്യൂയിലും നല്ല വ്യത്യാസം ഉണ്ട് എങ്കിൽ റെഫറൻസ് ടു വാല്യുവേഷൻ ഓഫീസറിലേക്ക് ഇത് പോകും. അപ്പൊ ആസ് ദ ഇൻ എനി അതർ കേസസ്, മറ്റേതെങ്കിലും കേസസിലാണ് എങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് പെർ AO ഒപ്പീനിയൻ ഈസ് മോർ ദാൻ ദ വാല്യൂ ക്ലൈംഡ് ബൈ ദ അസസി. അസസി ക്ലൈം ചെയ്തിരിക്കുന്ന വാല്യൂവിനേക്കാളും കൂടുതലാണെന്ന് ആർക്ക് തോന്നുകയാണ്? വാല്യുവേഷൻ ഓഫീസർക്ക് തോന്നുക, അല്ലെങ്കിൽ അസസിംഗ് ഓഫീസർക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യപ്പെടും? നമുക്ക് റെഫറൻസ് ടു വാല്യുവേഷൻ ഓഫീസർ വെക്കേണ്ടി വരും. അത് ചേഞ്ചസ് വരികയാണെങ്കിൽ എങ്ങനെയാണ്? 15% ഓഫ് വാല്യൂ ക്ലൈംഡ് ബൈ അസസി, അസസി ക്ലൈം ചെയ്തിരിക്കുന്ന വാല്യൂവിനേക്കാളും 15% അധികമോ, അല്ലെങ്കിൽ ₹25,000 വിച്ച് എവർ ഈസ് ലോവർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടിയാൽ മതി. നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങളെ റെഫറൻസ് ടു വാല്യുവേഷൻ ഓഫീസറിലേക്ക് വിടും. Having regarded to the nature of the asset and other relevant circumstances, it is necessary to do so. അതായത് മറ്റേതെങ്കിലും നാച്ചർ പ്രകാരമാണെങ്കിൽ അസറ്റ്, ഹാവിംഗ് റിഗാർഡഡ് ടു ദ നാച്ചർ ഓഫ് അസറ്റ്, അസറ്റിന്റെ നാച്ചർ ആൻഡ് അതർ റെലവന്റ് സർക്കംസ്റ്റാൻസസ്, ഇറ്റ് ഈസ് നെസസറി സോ ടു ഡു. അതായത് ഈ വാല്യൂ കൺസിഡർ ചെയ്യാൻ ആ സാഹചര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള സർക്കംസ്റ്റാൻസസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ മനസ്സിലാക്കുക, റെഫറൻസ് ടു വാല്യുവേഷൻ ഓഫീസർക്ക് വിടണമെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ അസസി ക്ലൈം ചെയ്തിരിക്കുന്നത് വാല്യുവേഷൻ ഓഫീസർ ഒപ്പീനിയൻ പറഞ്ഞിരിക്കുന്നതിനേക്കാളും കൂടുതലോ കുറവോ ആണെങ്കിൽ, കൂടുതലാണെങ്കിൽ പ്രശ്നമില്ല, കുറവാണെങ്കിൽ എന്ത് ചെയ്യും? റെഫറൻസ് ടു വാല്യുവേഷൻ ഓഫീസറിലേക്ക് വിടും. റെഫറൻസ് ടു വാല്യുവേഷൻ ഓഫീസർ എന്ത് പറയും? അത് എത്രയാണ് ചേഞ്ച് വന്നത്? 15% കൂടുതൽ ചേഞ്ചോ, അല്ലെങ്കിൽ 25,000 രൂപയിൽ കൂടുതൽ ചേഞ്ചോ, വിച്ച് എവർ ഈസ് ലോവർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടോ? വാല്യുവേഷൻ ഓഫീസർ പറയുന്ന വാല്യൂ കൺസിഡർ ചെയ്യേണ്ടി വരും നിങ്ങളുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട്. ക്ലിയർ ആണോ? 55A. ഇത്രയുമാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ പ്രോബ്ലമാറ്റിക് ഏരിയ എന്നല്ല, എക്സംഷന് മുൻപുള്ള ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യേണ്ട ഏരിയാസ്. ഇത്രയും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എക്സംഷൻസ് എന്ന് പറയുന്ന ഏരിയ ആണ് കവർ ചെയ്യുന്നത്. 5 സെക്ഷൻസേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 5 സെക്ഷൻസും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, off it.